ഒരാൾക്ക് 100 രൂപ. ഹലോ, അപ്പോൾ എല്ലാവർക്കും അവർ സ്റ്റോറീസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഏകദേശം കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ മൈസൂരാണുള്ളത്. മൈസൂര് ഫസ്റ്റ് തന്നെ നമ്മൾ വന്നിരിക്കുന്നത് മൈസൂർ സൂവിലാണ്. കുറേ ആയി ഇപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് മൈസൂരേക്ക് ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴും പാസ് ചെയ്യുമ്പോൾ മൈസൂർ പാസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് മൈസൂർ ഞാൻ വരുന്നത്. ഏട്ടൻ കുറേ വട്ടം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മൈസൂർ സൂവിൽ തന്നെ ഫസ്റ്റ് വരാച്ചു. കാരണം രാവിലെയാണ്, നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതിൽ തന്നെ മൈസൂർ സൂ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇത് വൈറ്റ് പീക്ക്, എന്താ ഇതിൻ്റെ പേര്? വൈറ്റ് പീക്കോക്ക് ആണിത്. അടിപൊളി പീലിയൊക്കെ, അതായത് കറക്റ്റ് നമുക്ക് ആ ഒരു വ്യൂ കിട്ടുന്നുണ്ട് മേലൊക്കെ ഇരിക്കുന്നത് കൊണ്ട്. ഇത് തമ്മിൽ സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബ്ലൂ ഗോൾഡ് മാക്കോ. ഇതിന്റെ ഉള്ളിലൂടെ ഇതെന്താ ജീവി, എന്താ? പുലികള്. ഇത് പെൺപുലിയാ തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവരിത് ആ ഗ്രീൻ ഞങ്ങളിപ്പം സിംഹത്തിനെ കണ്ട്, പുലീനെ കണ്ട്, പുള്ളിപ്പുലീനെയൊക്കെ കണ്ട്, പിന്നെ കുറച്ച് കുരങ്ങന്മാരെ കണ്ട്, അങ്ങനെ കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ട്. ഇനി സൗണ്ട് ഉണ്ടാക്കുന്ന എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ പോവാ. ഈ കുരങ്ങ് പാവുണ്ട് കേട്ടോ, വെയില് കൊള്ളുക തോന്നുന്നു. ഇതിന്റെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ബാംഗ്ലൂരിൽ കൂടെ, ഞങ്ങൾ ബാംഗ്ലൂരേക്ക് പോകുമ്പോൾ മൈസൂർ റൂട്ടിന് എപ്പോഴും പോകും. അപ്പോൾ ഇങ്ങനെ വിചാരിക്കും എപ്പോഴും മൈസൂർ വരണം വരണം. അങ്ങനെ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്ലേസ് കിട്ടുമോ, നന്നായിട്ട് ചെടികളും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട്. മണ്ണാർഗട്ടയാണ് ഞാൻ പോയ ഒരു സൂ എന്ന് പറയുന്നത്. ഞാനങ്ങനെ അധികം സൂവിലൊന്നും പോയിട്ടില്ല. അപ്പം ഇതെൻ്റെ സെക്കൻഡ് ആയിട്ടുള്ള, ഞാൻ ആ സെക്കൻഡ് ടൈമാണ് ഈ ഒരു സൂവിൽ വരുന്നത്. അത് വേറൊരു എക്സ്പീരിയൻസ്, ഈ സൂ വേറൊരു എക്സ്പീരിയൻസ്. പണ്ട് എപ്പോഴും അമ്മച്ച ഇങ്ങനെ പറയുന്ന കഥകളിൽ കേട്ട മൈസൂരാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാർ കുറവുണ്ട്. അതുകൊണ്ട് നല്ല സമാധാനമുണ്ട്, നമുക്ക് എല്ലാം നടന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ സീബ്രാസ് ആയിട്ടുള്ളത്. ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ഇവിടെ എന്താ ചിമ്പാൻസി, അത് ഒറാങ്ങൂട്ടാൻ. അപ്പം ഞങ്ങളിത് നോക്കുമ്പോൾ ഇവിടെ ഞാൻ മുകളിലൊരു ചാക്ക് കണ്ടിട്ടോ. അതാ ഈ ഒരു പ്ലേസിൽ ഞങ്ങൾ കാണാം. മൂപ്പരവിടെ ചാക്കൊക്കെ പുതച്ചിരിക്കുക. തണുപ്പായിട്ടാ തോന്നുന്നുണ്ട്. നല്ല ഒന്നാമത് ഈ ആൾക്കാരില്ലാത്തതിനോട് തന്നെ നല്ല ശാന്തമായിട്ട് നമുക്ക് എല്ലാം നല്ല കാമായിട്ട് കണ്ടെടുക്കാൻ പറ്റിയൊരു ഇത് കേട്ടോ. പാവട്ടോ ഈ കരടി എന്തോ വഴി കാണാതെ നിൽക്കുന്ന പോലെ ഉണ്ട് അല്ലേ? ആ ഡോറ് സാധാ തുറന്നെടുക്കലുണ്ടോ? വാവ്, ഇതാ ഒരു ഗ്രൂപ്പായിട്ട് പോവാ. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട്.
നല്ല മസിൽമാനാണ്. മൃഗങ്ങളെയൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ആൾക്കാർ ഫീഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കൂടെ അവർ ഉള്ളിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഒരാൾ കണ്ടില്ലേ, അയാളൊക്കെ ഇതിന് ഫീഡ് ചെയ്തിട്ട് ഉള്ളിൽ കൂടെ നടക്കുക. പേടിയൊന്നും ഇല്ലാതെ തോന്നുന്നു. ചെറുതായി മഴയൊക്കെ ചാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും അപ്പോൾ ഈ ഷെഡിൻ്റെ അകത്തേക്ക് കയറി നിൽക്കുക. നോക്കുന്നൊക്കെ ഉണ്ട് ചിലവർ. സൂ ഏകദേശം കണ്ടു കഴിഞ്ഞു. നല്ല മഴയൊക്കെ ചാറുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ കണ്ടു കഴിയാനായപ്പോഴത്തേക്ക് ആ മഴയൊക്കെ ചാറിയത്. ഇനി ഞങ്ങൾ പോകുന്നത് മൈസൂർ പാലസിലേക്കാണത്. പാലസിലേക്ക് ഇന്നത്തെ സമയം ഉണ്ടാവും. ഓക്കെ, 1 കിലോമീറ്റർ. അപ്പോൾ നമ്മളെങ്ങനെയാണ് പോവുക? ഓക്കെ, അപ്പോൾ ഞങ്ങൾ മൈസൂർ പാലസിലേക്ക് ഓട്ടോയിലാണ് പോകുന്നത്. പാലസ് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഫുള്ള് വേർത്ത് കരിവാളിച്ച് പോയി. ഫുള്ള് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. അങ്ങനെ ഏകദേശം പാലസും കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ ഒരു പട്ടി ആരോ പിന്നാലെ ഓടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ഇങ്ങനെ റഷ് ആക്കേണ്ട വിചാരിച്ചത്. ഞങ്ങൾ ഇന്നത്തേക്ക് ഇത് മതി, ഒരു 2 പ്ലേസ് കണ്ടാൽ മതി. ഇനി പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. തിരിച്ച് ബാംഗ്ലൂരേക്ക് തന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ ഫുഡ് കഴിച്ച സെയിം ഹോട്ടലിൽ പോയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്കും ലഞ്ച് കഴിച്ചത്. നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത് കുഴപ്പമില്ലായിരുന്നു. ഒരു കേരള ഹോട്ടലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സെയിം ടേസ്റ്റിലുള്ള ഫുഡ് തന്നെ കിട്ടി. രാവിലെ ഞങ്ങൾ നെയ് റോസ്റ്റും അതേ പൂരിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ 2 പേരും ബിരിയാണി കഴിച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഹലോ, അപ്പോൾ ഞങ്ങൾ മൈസൂരിലെ 2 പ്ലേസസ് ആകെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇനി നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. നല്ല ടയർഡ്. ഇനിയും പോകുമ്പോൾ നമ്മൾ വീട്ടിലെത്താനും ഇവിടെ എത്താനും ലേറ്റ് ആവും. അതേപോലെ തന്നെ നമ്മൾ
നമ്മൾ നന്നായിട്ട് ക്ഷീണിക്കും. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത്ര മതി. അങ്ങനെ പാലസും സൂവും മാത്രം കണ്ട് വീട്ടിലെത്തി.